നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെയും വീഴ്ത്തി യൂറോ കപ്പിൽ സ്പെയിനിന്റെ കുതിപ്പ് തുടരുകയാണ്. ഒറ്റ ഗോളിന്, അതും ഓൺ ഗോളിന് ജയിച്ചതിനൊക്കെ ഇമാതിരി ഹൈപ്പ് വേണമിടോ എന്ന് ചോദിക്കുന്ന കമന്റുകൾ കാണാം. പക്ഷേ ഇന്നലെ യഥാർത്ഥത്തിൽ ആ 1-0 എന്ന സ്കോർ ലൈൻ കാണിക്കുന്ന പോലെയല്ല. സ്പെയിന് വലിയ രൂപത്തിലാണ് ആധിപത്യം കാണിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ കളിയിൽ അവർ തന്നെയാണ് വിജയം അർഹിച്ചത്. അർഹിച്ച വിജയമാണ് അവർ നേടിയെടുത്തത്. ഇറ്റലി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോലും കഴിയാതെ വല്ലാതെ വിഷമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. മത്സരത്തില് കലോഫിയോറിയുടെ ഓൺ ഗോളിലാണ് സ്പെയിൻ വിജയിച്ചത്. ഈ മത്സരത്തിൽ സ്പെയിനിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ല് സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. മൊറാറ്റയും യമാലും നിക്കോ വില്യംസും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്താവട്ടെ പെലഗ്രിനിയും സ്കമാക്കയും കിയേസയും ചേർന്നുകൊണ്ട് ഇറ്റലിയുടെ മുന്നേറ്റങ്ങളും നയിച്ചു. ആദ്യ പകുതിയിൽ തന്നെ സ്പെയിന് ലീഡെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സാധിക്കാതെ പോയി. അങ്ങനെ രണ്ടാം പകുതിയിലാണ് വില്യംസിന്റെ ഒരു ക്രോസ് വലയിലേക്ക് കലാഫിയോറിലൂടെ എത്തുന്നത്. അങ്ങനെ ആ ഒരു ഓൺ ഗോളാണ് സ്പെയിനിന് ലീഡ് നേടിക്കൊടുക്കുന്നത്. തുടർന്നും അവസരങ്ങൾ ഉണ്ടായെങ്കിലും സ്പെയിനിന് ആ ഒരു ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. അതിൽ തീർച്ചയായിട്ടും ജിയാൻലുക്കി ഡൊണാറുമയുടെ പെർഫോമൻസ് എടുത്തു വരണം. 8 സേവുകളാണ് താരം നടത്തിയത്. 8 സേവുകൾ, 4 ഇൻസൈഡ് ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അല്ലായിരുന്നെങ്കിൽ ഈ കണക്ക് ഇതിനേക്കാൾ വലുതായേനെ. ഇപ്പൊ 2 കളികളിൽ നിന്ന് 2 ജയിച്ച് 6 പോയിന്റോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് അടുത്ത ഘട്ടം ഉറപ്പാക്കിയിരിക്കുകയാണ് സ്പെയിനെങ്കിൽ 2 കളികളിൽ നിന്ന് 3 പോയിന്റാണ് ഇറ്റലിക്കുള്ളത്. ഇറ്റലിയുടെ അടുത്ത മത്സരം ക്രൊയേഷ്യക്കെതിരെയാണ്. സ്പെയിനിന്റെ അടുത്ത കളി അൽബേനിയക്കെതിരെയുമാണ്. ഏതായാലും ഈ മത്സരത്തിൽ ഇറ്റലി പരിതാപകരമായിരുന്നു എന്നതിന്റെ മറ്റൊരു കണക്ക് കൂടി പറയാം. ആകെ 4 ഷോട്ടുകളാണ് അവർ ഉതിർത്തത്. കൂടാതെ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള കണക്കുകളാണ്. ഇപ്പൊ യൂറോ കപ്പിന്റെ ചരിത്രം എടുത്താൽ 1980-ന് ശേഷം ഒരു സിംഗിൾ മാച്ചിൽ ഒരു ടീമിന്റെ ഫ്യൂവസ്റ്റ് ഷോട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ഫ്യൂവസ്റ്റ് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ വരുന്നു. അപ്പം ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് അടുത്ത കളിക്ക് മുമ്പ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.